എന്തായി മോളെ, അമ്മ എടുക്കുന്നില്ലേ ഫോൺ? കോള് കണക്ട് ആവുന്നില്ല അച്ഛാ. ഞാൻ അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞത് അമ്മയെ വിളിക്കാൻ. മോളെ, ഇത് അവളുടെ വെറും വാശിയാണ്. അതുകൊണ്ടാണ് മനഃപൂർവ്വം താമസിക്കണം. എന്നാലും എനിക്കെന്തോ പേടിയാവുന്ന അച്ഛാ. ഈ മോളെന്തിനു പേടിക്കണത്? അമ്മ ഇപ്പൊ ഇങ്ങ് വരും. എന്നാ അച്ഛ ഒരു കാര്യം ചെയ്യാം, അച്ഛ ഒന്ന് പോയി നോക്കാവോ? മോളെ, ഇതൊക്കെ അമ്മയുടെ ഒരു ട്രിക്കാണ്. അമ്മ പയ്യെ അങ്ങ് വന്നോളൂ. മോള് പേടിക്കണ്ട കേട്ടോ. അമ്മ വന്നില്ലല്ലോ അച്ഛാ. മോളെ, നീ അമ്മാമ്മയെ വിളിച്ച് ചോദിച്ചായിരുന്ന? അമ്മാമ്മയൊക്കെ വിളിച്ചു, അമ്മ അവിടെ എങ്ങും പോയില്ല. പിന്നെ പിന്നെ ഇത് ഇവിടെ എവിടെ പോയി കിടക്കണം? അതാ അച്ഛൻ ഒന്ന് പോയി നോക്കിയിട്ട് വാ. മോള് ടെൻഷൻ ആവണ്ട, അച്ഛൻ നോക്കാം. എത്ര നേരമായി? ആഹാരം കഴിക്കുന്നില്ലേ? മുത്തോണം കഴിച്ചോ? ഞങ്ങള് കഴിച്ചോളാം. അല്ല, നിങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം വേണം എനിക്ക് സാധനങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റാൻ. അണ്ണം കഴിച്ചോ? ഞങ്ങള് വെച്ചോളാം. ഓ, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്ത് പ്രശ്നം? അല്ല, ലക്ഷ്മി കുഞ്ഞ് ഇതുവരെ വന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല അണ്ണാ. അവള് ഒരു ഫ്രണ്ടിന്റെ വീട് വരെ പോയിരിക്കുക. അതെ, ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. പക്ഷേ ഇത്രയും ലേറ്റായില്ലേ? മോള് പോയി കഴിക്കുക. അച്ഛൻ പോയി നോക്കിയിട്ട് വരാം. ഞാൻ കഴിക്കാം. കുഞ്ഞു പോയി നോക്കിട്ടോ. ഞാൻ കൂടെ പറഞ്ഞോ? വേണ്ട. ഇവിടുത്തെ എവിടെ പോയി കിടക്കണതോ? എടി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്ന? അതെ. ആ, എന്നെ തപ്പി ഇറങ്ങി വരാൻ ഇത്രയും സമയം എടുത്തല്ലേ? കുഴപ്പമില്ല, എന്നാലും വന്നല്ലോ. നീ എന്തിനടി എന്നെ ഇങ്ങനെ തീ തീറ്റിക്കണത്? ആഹാ, എന്നെ കുറച്ചു നേരം കാണാതായപ്പോഴത്തേക്കും തീരുന്നല്ലേ? വിഷമം വന്നല്ലേ? പിന്നെ വരാതെ. ആ, അപ്പൊ അമ്മാവന്റെ മോനെ കെട്ടിയിട്ട് പോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം വിഷമം വന്നിട്ടുണ്ടാവും. അത് ആ സമയത്ത് ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതല്ലേ. ദേഷ്യത്തിന് പറഞ്ഞല്ലേ? ഇങ്ങനെ ദേഷ്യത്തിന് പറയുമ്പോഴേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്രമാത്രം വിഷമാവെന്നും കൂടെ ചിന്തിക്കണം. നിനക്ക് അത് വിഷമം എന്നുണ്ടെങ്കിൽ സോറി. പോരാ. പിന്നെ ഞാനേ കുറേ മണിക്കൂറായി അവിടെ കാത്തു നിൽക്കുന്നു. എന്റെ കാലൊക്കെ ഭയങ്കര വേദന. എന്നെ എടുത്തോണ്ട് മുന്നോട്ട് കൊണ്ടുപോവോ? നിന്നെ ഇപ്പൊ എടുക്കാനാ? ലക്ഷ്മി, അല്ല, ഒരു സോറിയും കൂടെ പറഞ്ഞാ ഇതും കൂടെ പിൻവലിക്കാമോ? ഇനി അങ്ങനെ പറയരുത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.